കോൺഗ്രസിൽ നിന്നാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതിലെന്തിനാണ് ഈ ലീഗ് ഇങ്ങനെ അസ്വസ്ഥരായി നിരന്തരം ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പല നേതാക്കൾക്കും പറയേണ്ടി വന്നു, നിങ്ങൾ ഇതിനകത്ത് അനാവശ്യമായിട്ട് തലയിടരുതെന്ന്. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ ഏട്ടയുമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് മുഴുവൻ പാണക്കാട്ടാണ് എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ ആട്ടും തുപ്പും കൊണ്ട് വളരേണ്ട ഗതികേടാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസിനെ ആട്ടി പുറത്താക്കി. അതേപോലെ മുസ്ലിം ലീഗ് കേരളത്തിൽ ഈ കോൺഗ്രസിനെ ചവിട്ടി മെതിച്ച് നാശമാക്കിയിട്ടിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് എത്ര സീറ്റ് കിട്ടി? 22 സീറ്റൊക്കെ ഉള്ളൂ. കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ട്? 63. കോൺഗ്രസിന് ഇപ്പോൾ ലീഗ് ഇല്ലെങ്കിലും വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ അവർ ചെയ്യേണ്ടത് ലീഗിനോട് പോയി പണി നോക്കാൻ പറയുക എന്നുള്ളതാണ്. പക്ഷെ അത് പറയാനായിട്ടുള്ള നട്ടിലിന് ഉറപ്പ് അവർക്കില്ല. അവർ പാണക്കാട് നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവർക്ക് പാണക്കാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയാൻ പേടിയാണ്, കെട്ടിലമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും. അതുകൊണ്ടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ B ടീമും മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ A ടീമും ആണെന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രിയനറിയോ, ജവഹർലാൽ നെഹ്റു ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ കോഴിക്കോട്ട് കടപ്പുറത്തോട്ട് വെച്ചിട്ട് മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്നറിയാമോ? ചത്ത കുതിര എന്ന്. മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്നാണ് അദ്ദേഹം അന്ന് വിശേഷിപ്പിച്ചത്. ആ മുസ്ലിം ലീഗിനെ എടുത്ത് പൊക്കി കൊണ്ട് നടക്കുന്നതും അവർക്ക് ആവശ്യത്തിൽ അർഹിക്കുന്നതിൽ കൂടുതൽ ബഹുമാനം നൽകുന്നതും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരെ അധികാരത്തിൽ കൊണ്ടുവന്നത്. 1967 ആദ്യത്തെ സപ്തകക്ഷി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അതിൽ മുസ്ലിം ലീഗിനെ പെടുത്തി 2 വർഷമേ ഭരിച്ചുള്ളൂ ഭാഗ്യത്തിന്. EMS നമ്പൂതിരിപ്പാട്, വർഗീയതയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന EMS നമ്പൂതിരിപ്പാടാണ് മുസ്ലിം ലീഗിനെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇത്രയും വലിയ അംഗീകാരവും ഇതൊക്കെ കൊടുത്തിരുത്തിയത്. അതിനു മുമ്പ് ഒരു മന്ത്രിസഭയിൽ അവർ സ്പീക്കറായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സ്പീക്കറുടെ മറ്റേ തലയിലെ തൊപ്പി അഴിച്ചു വെച്ചിട്ടേ ഞങ്ങൾ നിങ്ങളെ സ്പീക്കർ പദവിയിൽ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് അന്നത്തെ സ്പീക്കർ ഏതോ ഒരു മൊയ്തീൻകുട്ടി ഹാജി, ഏതൊരു ഹാജിയായിരുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല. ഐ എം ഗെറ്റിംഗ് ഓൾഡ് യുനോ. അപ്പോൾ അവസാനം അയാൾ തലപ്പാവൊക്കെ ഊരി വെച്ചിട്ടായിരിക്കും അതിനകത്ത് ഇരുന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് മുഹമ്മദ് കോയ സ്പീക്കറായിരുന്നു ഒരു കാലത്ത്. മുഹമ്മദ് കോയ സ്പീക്കറായി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കഴുത്തിൽ ഒരു തരി പൊന്നുപോലും അണിയാത്ത പെണ്ണിന് പൊന്നമ്മ എന്ന് പേരിടുന്നത് പോലെയാണ് ഈ പദവിയെ സ്പീക്കർ എന്ന് വിളിക്കുന്നത്. കാരണം സ്പീക്കർക്കൊന്നും മിണ്ടാനില്ലല്ലോ, ഓർഡർ വിളിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഈ മുസ്ലിം ലീഗിന് അർഹിക്കുന്നതിൽ കൂടുതൽ അംഗീകാരം കൊടുക്കാൻ ഇരു കൂട്ടരും മത്സരിച്ചു, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, കോൺസിക്വൻസസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ല രൂപീകരിച്ചു. മുസ്ലിം ലീഗിൻ്റെ ആവശ്യപ്രകാരം കോഴിക്കോട്ട് സർവകലാശാല രൂപീകരിച്ചു. ഈ കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർ ആദ്യകാലം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം മൊത്തം മുസ്ലിങ്ങളാണ്. ഇവിടെ മുസ്ലിങ്ങളില്ലാത്ത കാരണം ഹരിയാനയിൽ നിന്നും പിന്നെ പഞ്ചാബിൽ നിന്നൊക്കെ മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് വൈസ് ചാൻസലർമാരാക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടായിരുന്നു. അതും ഈ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ സമ്മതിച്ചു കൊടുത്തു. ഇവർ ചെയ്യേണ്ടത്, ഇവർക്ക് 22 സീറ്റ് അംഗങ്ങളേ ഉള്ളൂ, പോയി പണി നോക്കാൻ പറയണം. എന്നിട്ട് കോൺഗ്രസ് ധൈര്യമായിട്ട് പറയണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന ആളായിരിക്കുന്നു. അതിപ്പോൾ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിപ്പോൾ സതീശനോ രമേശനോ മഹേഷനോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഇവരുടെ താളത്തിന് തുള്ളിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അവർ പറയും നാളെ കേരളം 3ആയിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ അതിന് കൂട്ടു നിൽക്കുമോ? തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ മുതലുകൾ മുഴുവൻ എടുത്ത് സർക്കാരിലേക്ക് കൂട്ടണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ ചെയ്യാതിരിക്കുമോ അവർ? അവിടെ നിന്ന് മറ്റേ ഈ പാണക്കാട് നിന്നൊരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ മുതലൊക്കെ എടുത്ത് നമ്മുടെ ട്രഷറിയിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരെടുത്ത് ചെയ്യുമത്. അങ്ങനെ
ഇവർക്ക് ഇവരുടെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഇടപെടേണ്ട ഒരു അധികാരമില്ല, ഒന്നുമില്ല. അത് സാമാന്യ ബോധത്തിന് നിരക്കാത്തതാണത്. മര്യാദ എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ അർത്ഥം മുസ്ലിം ലീഗ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നൊരു തെരഞ്ഞെടുപ്പ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പാണ് മുസ്ലിം ലീഗും കോൺഗ്രസിനും ഈ പറഞ്ഞ കിട്ടിയ സീറ്റിൻ്റെ പകുതി പോലും കിട്ടുമില്ല. ഇതിലും ഭേദം പിണറായി വിജയനാണെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങി. കാര്യം CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. അതല്ലാണ്ട് ബിനോയ് വിശ്വോ ദിവാകരനോ മറ്റേ കുഞ്ഞിരാമനില്ലേ എന്താ മുടി നീട്ടി വളർത്തിയ ആൾ, അയാളൊന്നും അല്ലല്ലോ തീരുമാനിക്കണേ. അവരിപ്പോൾ അവിടെ ഇവിടെയും പോയി നിന്നുകൊണ്ട് പിണറായി വിജയനെതിരെ എല്ലാം പറയും. നേരിട്ട് പറയൂല. നേരിട്ട് പറഞ്ഞാൽ മൂത്രമൊഴിക്കും അവരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. അവർ പേടിച്ച് നിൽക്കും. നിർത്തേണ്ടത് അതേ രീതിയിൽ നിർത്തണം. ഒരു മാന്യതയുണ്ട്, ഒരു കുലീനത്വം വേണം രാഷ്ട്രീയത്തിലാണെങ്കിൽ. അതെല്ലാം പാലിക്കാതെയാണ് മുസ്ലിം ലീഗ് കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ. അവരൊരു വർഗീയ കക്ഷിയാണ്, അത് അംഗീകരിക്കില്ല. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ്, വർഗീയ കക്ഷിയല്ല, മതേതരനാണ്. അതേസമയം BJP വർഗീയ കക്ഷിയാണ് എന്ന ഈ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പിന്നെ അതുപോലെ അവരുടെ മറ്റേ ഉച്ഛിഷ്ടം ഭുജിച്ച് നടക്കുന്ന CPIയുടെയും നയമുണ്ടല്ലോ, അതാണ് ഈ രാജ്യത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നത്. പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ISRO ചാരക്കേസ് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നൊരു വീഡിയോയിൽ. ഇവിടുന്ന് സർവകക്ഷി യോഗം പോയി നരസിംഹറാവുവിനെ കണ്ടു പറഞ്ഞു കരുണാകരനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റണമെന്ന്. അത് അലൗ ചെയ്ത് കൊടുത്തത്, സമ്മതിച്ചു കൊടുത്തത് കോൺഗ്രസിനെ പറ്റി ഒരു വലിയ പരാജയമാണ്. കോൺഗ്രസ് പറയണമായിരുന്നു, കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും പറയുന്നത് ഇത് നത്തിങ് ഓഫ് യുവർ ബിസിനസ്, ഞങ്ങളൊക്കെ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തീർന്നു തന്നെ ഈ പ്രശ്നം. അവർ പാണക്കാട് നിന്നുള്ള ഫോൺ കോളും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയും ഇവരെയും കൂടി ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പേടിച്ചുപോയി. അവർ ഉടനെ അന്നാ മാറ്റിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കരുണാകരനെ മാറ്റിയത്. ഇതേപോലെ തന്നെ ഇനി ഉണ്ടാവില്ല എന്ന് ആരും കണ്ടു. ഇപ്പോൾ സതീശനെ മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് സതീശനെ മുഖ്യമന്ത്രിയാക്കും. അടുത്ത നടപടി 2 ഉപമുഖ്യമന്ത്രിമാരെ ചോദിക്കും ലീഗ്. അത് കഴിഞ്ഞൊരു 4, 5, 6 മന്ത്രിമാരെയും ചോദിക്കും. പ്രധാനപ്പെട്ട വകുപ്പുകൾ, റവന്യൂ ഉണ്ടാക്കുന്ന വകുപ്പുകൾ മുഴുവൻ അവർ കൈവേറും. ബാക്കിയുള്ളവർക്കൊന്നും കിട്ടൂല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതവർ പൈസ ഉണ്ടാക്കാൻ മിടുക്കന്മാർ അവരാണ്. കച്ചവടത്തിൽ കൂടി രാഷ്ട്രീയമാണെങ്കിൽ അതൊരു കച്ചവടമാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് തെറ്റാ. ഇത് ഈ ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത പണിയാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സതീഷിന് വേണ്ടി ഇവിടെ നടക്കുന്ന ജാഥകൾ മുഴുവനും പ്രകടനങ്ങൾ മുഴുവനും എല്ലാം മുസ്ലിം ലീഗും പിന്നെ ചില ക്രൈസ്തവ സംഘടനകളും സ്പോൺസർ ചെയ്ത് നടത്തുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ലീഗിന് ഇല്ലാതെ തന്നെ കോൺഗ്രസിന് ഭരിക്കാമെന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതായത് ലീഗ് വേണമെന്ന് അവർക്ക് യാതൊരു നിർബന്ധമില്ല. കാരണം ലീഗ് ഇല്ലെങ്കിൽ തന്നെ 80 സീറ്റ് UDFന് അല്ലാതെ തന്നെയുണ്ട്. ലീഗിനെ UDFിൽ നിന്ന് ഒഴിവാക്കിയാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസ് എന്തിന് ലീഗിനെ ഭയക്കണം? സാറ് പറയുന്നത് ലീഗിനെ ഭയമാണ് കോൺഗ്രസിന്, അതിന് ഭയക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് മെയിലിങ്. ഈ ബിസിനസ് എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന കച്ചവടമാണല്ലോ. കച്ചവടത്തിൽ ഇപ്പോൾ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും, എന്തൊക്കെ നടന്നിട്ടുണ്ടാവില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ ഒരു പത്രക്കാരൻ, മുൻകാല പത്രപ്രവർത്തകൻ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എടോ ഇങ്ങനൊരു ഒരു ന്യൂസ് താൻ കൊടുക്കാമോ? അതായത് കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എത്രയോ കോടി രൂപ ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ട്. ഓരോ കോടി രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അയാളുടെ പേര് മുഖ്യമന്ത്രി പദത്തിലേക്ക് തള്ളാൻ നോക്കുന്നതെന്ന് അതൊന്നൊരു ന്യൂസ് കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും തെളിവുണ്ടോ? ഏതെങ്കിലും മണ്ടനായിരിക്കും ഇത് പറഞ്ഞത്, എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പം അയാൾ പറഞ്ഞ തെളിവ് ഞാൻ പറഞ്ഞത് പോരാ, ഇത് ധൈര്യമായിട്ട് കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കണം, എനിക്ക് അങ്ങനെ കൊടുക്കാനുള്ള അവന്യൂ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി അയാൾ എന്നോട് ശുദ്ധ ആഭാസതരം പറഞ്ഞു, കുറേ ചീത്ത വിളിച്ചു. താൻ ആ ചാനലിൽ പോയിരുന്ന ഞങ്ങൾ ക്രിസ്ത്യാനികളെയും പിന്നെ മുസ്ലിങ്ങളെയും ഓരോന്ന് പറയണ്ടല്ലോ, തനിക്ക് തൻ്റെ ധൈര്യം എവിടെ പോയി തനിക്കിത് കൊടുക്കാൻ പറ്റാത്തത്. മറ്റേ ആള് ഞാൻ പറയണ അയാൾ പോയി കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തൂങ്ങാൻ നടക്കേണ്ടി വരും. അയാൾ 10 കോടി രൂപയെങ്ങാനും വെച്ച് എൻ്റെ 10 രൂപ പോലും എടുക്കാനില്ല. തെണ്ടി പോലെ ഞാൻ. അല്ല ഇതേത് ഭ്രാന്തനായിരിക്കും ഇത്തരം ഭ്രാന്തനൊന്നുമല്ല. എന്ത് ഭ്രാന്ത്? ഇതൊക്കെ ഇതിന്റെ പിന്നിലുള്ള ലോബികളുടെ പരിപാടി. അതെ.
വളരെ കേരളം ശരിയാണ്. ഇത്തരം ബ്ലാക്ക് മെയിലിങ്ങുകൾ ഒരു പക്ഷേ കോൺഗ്രസിന് നേരെ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം. പക്ഷേ സാർ, എനിക്ക് വ്യക്തമായ സംശയമുണ്ട്, കോൺഗ്രസ് ഇനി ലീഗിനെ ഭയക്കുമോ എന്നുള്ള കാര്യത്തിനകത്ത്. അത് തീർച്ചയായിട്ടും ഇപ്പോഴും ഭയമാണല്ലോ കോൺഗ്രസിന്, ലീഗിന്റെ ഭയമല്ലേ. ലീഗ് ചോദിച്ച സീറ്റെല്ലാം കൊടുത്തില്ലേ കോൺഗ്രസ്? അത് മാത്രമല്ല, അവർക്ക് തിരുവിതാംകൂറിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും സീറ്റ് കൊടുത്തിട്ടില്ലേ? അവർ എക്സ്പാൻഡ് ചെയ്തു വരികയാണ്. അവരുടെ സ്വാധീന വലയം അവരങ്ങ് വലുതാക്കിക്കൊണ്ട് വരികയാണ്. കാലക്രമേണ ഇപ്പം തന്നെ ഈ കുഞ്ഞാലിക്കുട്ടീനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിച്ചാൽ ഞാനൊട്ടും അത്ഭുതപ്പെടില്ല. വളരെ അപകടം പിടിച്ചൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇന്ത്യയെ വിഭജിക്കണം എന്ന് പറഞ്ഞ പാർട്ടിയാണ് അവർ. ഡയറക്റ്റ് ആക്ഷൻ നടത്തി ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കിയ പാർട്ടിയാണ് അവർ. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അവരെയൊക്കെ വെള്ള പൂശിയേക്കാണ്. അയ്യോ, പാണക്കാട് തങ്ങൾ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇവർക്കൊക്കെ അൾട്ടീരിയർ മോട്ടീവ് ഉണ്ട്. ഹിന്ദുക്കളെയാണ് അവർ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യണത്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സുനിലും പ്രിയനും ചീത്ത വിളിക്കും. ഞാൻ വർഗീയത പറയണു. ഒരിക്കലുമില്ല സാർ. വാസ്തവം നമ്മൾ സത്യം എവിടെയായാലും നമ്മൾ വിളിച്ച് പറയാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സത്യങ്ങളെല്ലാം പറയുന്നതും. പക്ഷേ ഇനി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എന്തെങ്കിലും പ്രാപ്തി ലീഗിന് അവശേഷിക്കുന്നുണ്ടോ? ഒരു കഴിവില്ല. അവർ പറയണ ഇവർ വിലയ്ക്കും എടുക്കാനും വെച്ചാൽ മതി. ഇപ്പോൾ ഈ CPM-ന്റെ ഏറ്റവും വലിയ ശിങ്കിടികളാണല്ലോ CPI-കാർ, ആലോക ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. ആഗോള ബുദ്ധിജീവികൾ, ആഗോള ബുദ്ധിജീവികൾ. അവരുടെ നേതാക്കന്മാർ പറയണം പിണറായി വിജയൻ വിലക്കെടുക്കാറുണ്ടോ? ഇല്ല. പോയി പണി നോക്കാൻ പറയും. വളരെ തന്ത്രപൂർവ്വമായിട്ട് അതുപോലെ തകരും. അതോടുകൂടി അവരെ ഇഗ്നോർ ചെയ്താൽ തകരും. പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് CPM ക്യാമ്പിലേക്ക് പോകാൻ പറ്റൂല അവർക്ക്. അവരെ പറഞ്ഞില്ലേ, മുസ്ലിം ലീഗ് ഭരിച്ച ജമാഅത്തയുടെ ഭരണമാണ് നടക്കാൻ പോണെന്ന് ബാലൻ പറഞ്ഞിട്ടില്ലേ?